എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയനും ദേവേനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജയൻ ദേവേനോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് അവൾ എന്റെ മരുമോളല്ല, മോള് തന്നെയാണ് നയനെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അതെനിക്കറിയാം, ജയേട്ടൻ വന്നപ്പോ മുതൽ അവളെ അങ്ങനെയാ കാണുന്നതെന്നുള്ള കാര്യം. അല്ല, നിനക്കെതിരായിട്ടും അവളെ മരുമോളായിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെന്നറിയാം. പക്ഷെ എന്നെയോ അല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛനെ അമ്മേനെ സംബന്ധിച്ചിടത്തോളം അവള് മരുമോളല്ല, മോളാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, നിങ്ങളൊക്കെ തലയിലേക്ക് എടുത്തു വെച്ചോ, എന്നാ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. ദേവേന്, നീ അങ്ങനെ പറയരുത്, നിനക്കറിയാലോ അവള് നിന്റെ മരുമോളാണെങ്കിലും നീ ശരിക്കും അവളെ മോളായിട്ട് വേണം കാണാനായിട്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് അതിന്റെ കാരണം മനസ്സിലാവുമെന്ന് പറയാ. ഈ സമയം ദേവേന് മനസ്സിൽ പറയാ, അതൊക്കെ ഞാൻ എന്നെ മനസ്സിലാക്കി ജയേട്ടാ. ജയണ്ണ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. എനിക്കിപ്പോ അവളെ ജീവനാണ്. പക്ഷെ നിങ്ങളുടെ മുമ്പില് എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ജയൻ ചോദിച്ചു, നീ എന്താ ദേവേനെ ആലോചിക്കണമെന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയാ. നിനക്കറിയാലോ, ശരിക്കും അവളില്ലാത്ത ഈ വീടൊരു പ്രേതാലയം പോലെയാണ്. ഓരോ ഒച്ചപ്പാടും അനക്കങ്ങളും ഒന്നുമില്ല. അവളുണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യത്തിനും ഓടി നടക്കും. അച്ഛന്റെ കാര്യമാണെങ്കിലും അമ്മയുടെ കാര്യമാണെങ്കിലും എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടിയിട്ട്. അത് നീ മനസ്സിലാക്കാൻ പോണതുള്ളെന്ന് പറയണ. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ കാരണമായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. അതായിരിക്കുമല്ലേ ജയേട്ടൻ ഉദ്ദേശിക്കണേ. അങ്ങനെയല്ല ദേവേനി ഞാൻ പറഞ്ഞേ. നീ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നിന്ന് അംഗീകരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ വന്ന സമയത്തെങ്കിലും മര്യാദയ്ക്കൊന്ന് പെരുമാറുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അവളുടെ വീട്ടുകാർ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് ഭയങ്കര വിഷമായി. പിന്നീട് ദേവേനി നേരെ ആദർശിന്റെ മുറിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ആദർശ് ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം നയനെ ഒന്ന് രണ്ട് വട്ടം വിളിച്ചു, പക്ഷെ എങ്കിൽ ആദർശ് കോൾ എടുത്തില്ല. കാരണം ആദർശന് കോൾ എടുക്കാൻ തോന്നിയില്ല. താൻ ചെന്ന് വിളിച്ചിട്ട് അവള് തന്നോടൊപ്പം വന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സങ്കടം ദേഷ്യമൊക്കെ ആദർശനുണ്ടായിരുന്നു. അപ്പൊ നയനെ ഓർത്ത്, എന്താ ആദർശൻ ഇനി ഉറങ്ങിപ്പോയിട്ടാണോ കോൾ എടുക്കാത്തെ എന്നോർത്തു. രണ്ടു മൂന്ന് വട്ടം വീണ്ടും വിളിച്ചു കഴിയുമ്പോഴത്തേ ആദർശ് കോള് കട്ട് ചെയ്ത് വെച്ചു. പക്ഷെ നയനയ്ക്ക് സങ്കടമായി. ആദർശൻ എന്തിനാ കോള് കട്ട് ചെയ്തേ? തന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്നൊക്കെ മനസ്സ് വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ദേവേനെ ഇങ്ങോട്ട് വരുന്നത്. ദേവേനെ ആദർശന് മുറി വന്നപ്പോ ആദർശം ഉറങ്ങാതിരിക്കോ? ആദർശന് ഉറങ്ങാൻ പറ്റുന്ന കാര്യമാണോ? പിന്നീട് ദേവേനെ ചോദിച്ചു, അല്ല നീ എന്താ ആദർശം ഉറങ്ങാത്തെന്ന് ചോദിക്കും. എനിക്ക് ഉറക്കം വന്നില്ല. എനിക്കറിയാം നിനക്ക് ഉറക്കം വരാത്തതിന്റെ കാരണം എന്താന്ന്. നയനെ കുറിച്ച് ഓർത്തിട്ടല്ലേ നീ ഉറങ്ങാതിരിക്കണം നിൽക്കും. അതൊന്നും അല്ല അമ്മയെന്ന് പറയണേ. വേണ്ട, വെറുതെ എന്റെ അടുത്ത് കള്ളത്തരം പറയണ്ട. നീ ഒരു കാര്യം ചെയ്യാ, അവളെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അല്ല, അമ്മയ്ക്ക് എന്താ അവളെ വിളിക്കണമെന്ന് എത്ര നിർബന്ധം? ഞാൻ നിന്റെ വിഷമം കണ്ടു പറഞ്ഞേടാ. നിനക്ക് ഭയങ്കര സങ്കടം ഉണ്ടല്ലേ അവളിവിടെ ഇല്ലാത്തതിന്റെ. നീക്ക് രാത്രി ഉറക്കം പോലും ഇല്ല എന്ന് പറയണ. ഇത് കേട്ടപ്പം ദേവേന് ദേവേന് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, എത്രയും പെട്ടെന്ന് തന്നെ അവളെ വിളിച്ചോണ്ട് വാ. നിനക്ക് ഉറക്കം കിട്ടണമെങ്കിൽ, നിന്റെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ അവൾ ഇവിടെ വേണമെന്ന് പറയണം. ആദർശ് പറഞ്ഞു, അവളെ ഞാൻ വിളിക്കാനായിട്ട് പോയതല്ലേ, എന്നിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നോ? അപ്പൊ അവൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന്. അവൾക്ക് ഇപ്പോഴത്തെ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആരാന്നറിയാലോ? എല്ലാം ഈ കുടുംബത്തിൽ വന്നതിന് ശേഷമല്ലേ. അവൾ വലിയ ഡിസൈനർ ആയി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നേ ഇനിയിപ്പൊ അവളെ വേറെ വല്ല കമ്പനിക്കാരും വിളിച്ചോന്ന് അറിയത്തില്ല. വലിയ ഡിസൈനൊക്കെ ചെയ്യുന്ന ആളല്ലേ, അപ്പൊ കൂടുതൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞ. നയനമോൾ അങ്ങനെ അല്ല, നയനെ അങ്ങനെയൊക്കെ ചെയ്യുന്നവളാണോ എന്ന് ദേവേനി ചോദിക്കുകയാണ്. പറയാൻ പറ്റില്ല. ഒരു പക്ഷെ അവളുടെ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ട് കാണുമോ? അതുകൊണ്ടാണ് ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരാത്തെ. ദേവേനി മനസ്സിൽ പറയാ, തന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവളല്ല. അവളുടെ അവസ്ഥ കൊണ്ട് അവൾ വരാത്തെ. പക്ഷെ ഇവിടെ ആദർശനോട് അത് പറയാൻ പറ്റില്ലോ. പിന്നീട് ആദർശോട്, ഞാൻ ഇനി എന്താണെങ്കിലും വിളിക്കാൻ പോകുന്നില്ല, അവള് വരുമ്പം വരട്ടെ. അല്ലാതെ കൂടുതൽ അങ്ങോട്ട് സ്നേഹം കാണിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേനും അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടുന്നൊക്കെ പറയണം. ദേവേനെ പറഞ്ഞ്, അങ്ങനെ നീ പറയരുത്. എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വിഷമം എന്താന്ന്. നീ പോയി വിളിക്കണമെന്ന് പറയാം. പക്ഷെ ആദർശം സമ്മതിച്ചില്ല. ദേവേനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ആദർശനോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് കരുതിയിട്ട് ദേവേനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് നയനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതി. ആ സമയം നയനെ ഉറങ്ങാതിരിക്കുവാണ്. ആദർശനെ വിളിച്ചിട്ട് ആദർശൻ എന്താ കോൾ എടുക്കാത്തെ, തന്നോട് ദേഷ്യമാണോ എന്നൊക്കെ കരുതിയിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് നയന ഇങ്ങനെ ഇരിക്കണ സമയം ദേവേന്റെ കോള് വരുന്നേ. നന്ദു അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് ഇനിയിപ്പോ നന്ദുവും ചാടി എഴുന്നേറ്റു. ഈ സമയം ആദർശാന്ന് കരുതിയിട്ട് നയനെ കോൾ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും ദേവേനെയാണ്. പെട്ടെന്ന് നന്ദു പറഞ്ഞ്, ആരയച്ചു ഈ സമയത്ത്? ആ ഫോണും കൂടെ തരാൻ പറയണം. നോക്കിക്കഴിഞ്ഞപ്പോ ദേവേനി, ഇത് അമ്മായിമ്മയാണല്ലോ, എന്താ ഈ സമയത്ത് വിളിക്കണമെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ചിലപ്പം ആദർശേട്ടൻ ഉറങ്ങി കാണത്തില്ല. ആദർശേട്ടൻ ഉറങ്ങാതിരിക്കുന്നോണ്ട് ചിലപ്പം അമ്മ വിളിച്ചായിരിക്കും എന്ന് പറയാ. അതിന് അമ്മായിമ്മ എന്തിനാ വിളിക്കണേ? അത് പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ പേര് പരിഭവം പറയാനായിരിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലാത്തോണ്ട് ആദർശാണ്ട് ഉറങ്ങാത്തെ. അപ്പൊ കുറ്റമല്ല എന്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിരിക്കും എന്നൊക്കെ പറയണം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ സമയം നന്ദു മനസ്സിൽ പറഞ്ഞു, ചേച്ചി ആളെ കൊള്ളാലോ, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന്. പിന്നീട് നന്ദു പറഞ്ഞു, അതെ ചേച്ചി തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകാൻ നോക്കൊന്നും വേണ്ട. അവര് വിളിച്ചാലൊന്നും ചേച്ചി പോകണ്ടെന്ന് പറയാ. അതെന്താ? ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും ഒരു വില തരുന്നുണ്ടോ അവര്?
ചേച്ചനെ വെറും അടിമയെ പോലെയല്ല കാണുന്നേ, അങ്ങോട്ടേക്ക് പോയി നിൽക്കണ്ട. അതുകൊണ്ട് അച്ഛനും അമ്മയും ചേച്ചിനെ വിടാത്തേന്ന് പറയണം. എന്നാലും അച്ഛൻ ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ലാത്ത. അത് പിന്നെ ഇത്രയും കാലമൊക്കെ അച്ഛനും അമ്മയും സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയില്ലേ, അവർക്കും അഭിമാനം എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, അതുകൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് പോവണ്ടെന്ന് പറയണേ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, എന്നാലും എനിക്ക് ഭയങ്കര വിഷമ, ആദർശനെ കുറിച്ച് ഓർത്തിട്ട് വിഷമ. അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും പറയാം. ഓ, അതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ലെന്നേ. ഇനിയിപ്പോ ചേച്ചിനെ മിക്കവാറും അച്ഛനും അമ്മയും അങ്ങോട്ട് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദർശന് ചേച്ചിനെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന് കണ്ടോട്ടെ, അല്ലാതെ അങ്ങോട്ടേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയനിക്ക് ഭയങ്കര വിഷമമായി. പിന്നീട് നന്ദു പറഞ്ഞു, ചേച്ചി കിടന്നുറങ്ങാൻ പറയാൻ, കിടന്നുറങ്ങുക എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ്. നയനയ്ക്ക് വല്ലാത്തൊരവസ്ഥ, ഉറങ്ങാനും പറ്റുന്നില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ദേവേനി ഒരു തീരുമാനം എടുത്തു, ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, നയനെ പോയി കൂട്ടിക്കൊണ്ട് വരണം, അതിന് താൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് വരുന്ന സമയത്ത് ജയൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, നീ ഇതെങ്ങോട്ടാ രാവിലെ? ക്ഷേത്രത്തിലേക്ക് പോവാ. അതെന്ത് പറ്റി രാവിലെ ക്ഷേത്രത്തിലേക്ക്? ഇവിടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാന്ന് പറയണേ. അതെ, ഇവിടുത്തെ പ്രശ്നം എന്താ നിനക്ക് നന്നായിട്ട് അറിയാലോ ദേവേനി, നയനമോൾ ഇവിടെ ഇല്ലാത്ത. നയനമോൾ വരാതെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണേ? നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, നീ അവളോട് നല്ല രീതിയിൽ പെരുമാറുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടാകുമായിരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ മോന് അവരുടേതായി തീരും, മിക്കവാറും നമ്മുടെ മോനെ ഈ വീട് വിട്ടു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ദേവേനി പറഞ്ഞു, എന്തൊക്കെ ജയട്ടെ പറയണമെന്ന് ചോദിക്കും. ഞാനുള്ള സത്യമല്ലേ പറഞ്ഞേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൾക്ക് മനസമാധാനം എന്തെന്ന് നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവസാനം ഇത്രയും കാലം അവൾ ഈ വീട്ടിൽ പിടിച്ചു തന്നില്ലേ? അറ്റ കൈക്കില്ല അവൾ ഈ വീട്ടിൽ നിന്ന് പോയത്. അവൾക്ക് എന്നാലും ഇവിടെ നിൽക്കാൻ സമ്മതമായിരുന്നു, അവൾക്ക് ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹം. പക്ഷേങ്കിൽ അവളുടെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നുണ്ടോ? ഇപ്പൊ നീയാണ് ചിന്തിച്ചു നോക്കിയേ, നിന്റെ മോൾക്ക് അങ്ങനെ ഒരു ഗതി ഉണ്ടാകുന്നെങ്കിൽ നിന്റെ മോളെ നീ പിന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുവോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ ദേവേനി, ആദ്യം നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നീ അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിയോണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം മരുമോളെ സ്വന്തം മാളായിട്ട് കണ്ട് സ്നേഹിക്കുവാണെങ്കിൽ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവെന്ന് പറയണം. ദേവേനി പറഞ്ഞു, അല്ല ഞാനായിട്ടല്ലേ പ്രശ്നം വരുത്തി വെച്ചെന്ന് പറഞ്ഞ് ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ദേവേനി ക്ഷേത്രത്തിൽ പോയി മനോരി പ്രാർത്ഥിക്കണേ, എൻ്റെ ഭഗവാനെ എൻ്റെ മോൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നണേ, അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ തോന്നണേ, അവരെ എതിർപ്പൊന്നും പറയരുത്, താൻ തന്നെ മോളെ വിളിക്കാണ്ട് പോവാണ് കാത്തോണെന്നൊക്കെ പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കണം. പിന്നീട് തിരുമേനി വന്ന് പ്രസാദമൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, എന്ത് പറ്റി? മുഖത്തൊരു വല്ലായ്മയാണല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ ദേവിയോട് പറഞ്ഞിട്ടുണ്ട്, ദേവി സാധിച്ചു തരുമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു, അല്ല നയനമോളെ കാണാനില്ലല്ലോ എന്ന് പറയണം. അത് പിന്നെ അവള് വീട്ടിൽ പോയേക്കോ എന്ന് പറയണം. അതെ, ആ മോള് പാവം കേട്ടോ, ആ മോളെ വിഷമിപ്പിക്കില്ല. കുറെ കാലം ഭർത്താവ് അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പോഴാണെങ്കിലോ അമ്മായിമ്മയായ പ്രശ്നമല്ലേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ദേവേനി പറഞ്ഞു, ഞാനോ? അല്ല നിങ്ങൾ അവരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം. കുറെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം, കാരണം ഇവിടെ വന്ന് നയനമോള് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കൺട്രോളല്ലേ എന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അവളെ മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ട് കണ്ട് സ്നേഹിക്കണം എന്നൊക്കെ പറയാം. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, അങ്ങനെ തന്നെ തിരുമേനി ഞാൻ സ്നേഹിക്കണേ എന്നൊക്കെ പറയാണ്. പിന്നീട് പ്രസാദമൊക്കെ വാങ്ങി നേരെ ദേവേനി പോകുന്ന നയനയെ കാണാനായിട്ടാണ്. ഈ സമയത്ത് ഗോവിന്ദന് കുടിക്കാനുള്ള ചായയൊക്കെ ആയിട്ട് നവി അങ്ങോട്ട് വരുവാണ്. നവി ചായ കുടിച്ചിട്ട് പറഞ്ഞു, അല്ല നയനയുടെ കാര്യം കുറച്ച് കഷ്ടമുണ്ട്, പാവം അവൾക്ക് ഭയങ്കര വിഷമ വീട്ടിലേക്ക് പോകത്തോണ്ട്. അല്ല അച്ഛനും അമ്മ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ നിനക്ക് പിന്നീട് അത് മനസ്സിലാവും ഞങ്ങൾ എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന്. എന്താച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്കിൽ അവള് പോകേണ്ട സമയത്ത് അവള് പോയാൽ മതി, അതുവരെ അവളിവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും അവളുടെ അമ്മായിമ്മ അവൾക്ക് എന്തെങ്കിലും ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടോന്ന് ചോദിക്കും. ഇല്ല, അതാ പറഞ്ഞത്, പിന്നെ എന്തിനാ അവൾ അങ്ങോട്ടേക്ക് പോണേ? അവൾ ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ബാധ്യമാണെന്നും പോകുന്നില്ല എന്നൊക്കെ പറയണം. നവ്യ പറഞ്ഞു, എന്നാലും അവൾക്ക് നല്ല വിഷമമുണ്ട്, അവൾക്ക് അവിടെ ചെന്നാലൊരു സമാധാനം വരുള്ളൂ എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കും. അപ്പോഴേക്കാണ് ദേവേനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയം കനയും കൂടെ വന്നു. ദേവേനെ കണ്ടോ കന പറഞ്ഞു, ആഹാ വാ ഇരിക്കാനൊക്കെ പറയണം. അതെ, ഞാൻ എൻ്റെ മരുമോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയണേ, അവൾ എന്നോടൊപ്പം പറഞ്ഞയക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കന പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, വന്ന വഴി ഇങ്ങനെ തീരുമാനം എടുത്താലോ? പെട്ടെന്ന് ഗോതം ചോദിച്ചു, അവള് വരുവാണെ കൊണ്ടക്കോ, ഞങ്ങൾ അവളെ ആരെയും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ല, പക്ഷെ അവളോടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, അത് ശരിയാ, ഇത്രയും കാലമായിട്ട് മരുമോളായിട്ട് നിങ്ങൾ അവിടെ അംഗീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ അവളെ കൂട്ടാനായിട്ട് വന്നേ? ഓ, നിങ്ങളുടെ മോൻ വന്ന് വിളിച്ചിട്ട് വിടാത്തോണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നായിരിക്കും. നിങ്ങൾ വിളിച്ച അവള് വരുമെന്ന് കരുതിയിട്ട് ഒരു കാര്യം ചെയ്ത് വിളിച്ചു നോക്ക്,
വരുമല്ലോ നമുക്കറിയാലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ദേവേനി നിൽക്കുക. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.